ത്തിൽ നിന്ന് ലോകപ്രസിദ്ധനായ ഒരു ആലിമിനോട് ഒരാൾ ചോദിച്ചു, അപ്പൊ വാപ്പ കുട്ടികളുടെ മുമ്പിൽ നിന്ന് സിസർ വലിച്ചാൽ എന്താണ് വിധി? സിസർ വലിക്കൽ ഹറാമാണോ, കറാഹത്താണോ, സുന്നത്താണോ, ഫർളാണോ എന്നതല്ല വിഷയം. ശരീരത്തിന് ഉപദ്രവമുള്ള വിഷയങ്ങൾ ശർഅ് നിർബന്ധമായും പാടില്ലെന്ന് പറഞ്ഞതാണ്. ശരീരം അല്ലാഹു തന്ന അമാനത്താണ്. എന്റെയും നിങ്ങളുടെയും മാബൈന ജംബൈന, നമ്മുടെ രണ്ട് പാർശ്വങ്ങൾക്കിടയിലുള്ള ഈ ശരീരം അല്ലാഹു തന്ന സൂക്ഷിപ്പ് സ്വത്താണ്. കള്ളുകുടിക്കുന്നതല്ല ഇവിടെ വിഷയം ചോദിച്ചത്. സിസർ വലിക്കുന്നത്, സ്മോക്ക് ചെയ്യുന്നത് സ്വന്തം മക്കളുടെ, സ്വന്തം കുടുംബത്തിന് മുമ്പിൽ വെച്ചിട്ട് പരസ്യമായി വാപ്പ സിസർ വലിക്കുന്ന ആളാണ്. അതിലൊന്നൊരു ജാള്യത തോന്നാറില്ല, ഒരു മടി തോന്നാറില്ല. ഇതൊക്കെ കൂളല്ലേ, എല്ലാരും ചെയ്യുന്നതല്ലേ. നാട്ടുകാരെ മസലപ്പ് അങ്ങനെ, അത് എല്ലാരും ചെയ്യണം. എല്ലാരും ചെയ്യുന്നത് ഹലാലാവോ? എല്ലാരും ചെയ്യുന്നത് ഹലാലാവോ? ആലിമീങ്ങളിൽ സൂക്ഷ്മതയുള്ള ആലിമീങ്ങളെല്ലാം തന്നെ പാടില്ലെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ശരീരത്തിന് ഉപദ്രവമുള്ള മുതിറായ വിഷയം, ലങ്സിന് ക്യാൻസർ വരുന്ന സംഗതിയാണിതെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തത്. ഏതെങ്കിലും എണ്ണപ്പെട്ട ആളുകൾ വലിച്ചിട്ടുണ്ടല്ലോ, അവര് സ്മോക്ക് ചെയ്യുന്ന ആളുകളായിരുന്നല്ലോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഈ വിഷയങ്ങളെ സങ്കുചിതമായോ വളരെ വളരെ ചുരുങ്ങിയ കണ്ണിലൂടെയോ കാണരുത്. ശരീരം എന്നത് അമാനത്തല്ലയോ? അമാനത്ത് നശിപ്പിക്കാൻ പാടുള്ളതാണോ? ശരീരത്തിന്, ലങ്സിന്, ശ്വാസകോശങ്ങൾക്ക് പോലും ക്യാൻസർ വരുത്തി വെക്കുന്നതാണ് ടൊബാക്കോയുടെ, ഈ സിസർ വലിയുടെ, നമ്മുടെ സ്മോക്കിങ്ങിന്റെ പരിണിത ഫലം അതാണെങ്കിൽ അത് ഉത്തമമാണെന്നോ ഹറാമാണെന്നോ ഹലാലാണെന്നോ എന്ന മസ്അലയുടെ പിന്നാലെ പോവല്ല. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ അള്ളാഹു നന്മയും തിന്മയും വേർതിരിക്കുമ്പോ ഈ ചെയ്യുന്ന സ്മോക്കിംഗ് നന്മയുടെ പക്ഷത്ത് നിൽക്കുമോ തിന്മയുടെ പക്ഷത്ത് നിൽക്കുമോ? നിങ്ങൾ പറഞ്ഞില്ലേ, എവിടെയാ നിൽക്കുക? നന്മയുടെ പക്ഷത്താണ്. നിസ്കാരം, സുന്നത്ത് നോമ്പും സ്വതക്കെ കൊടുത്ത കൂട്ടത്തിലാണോ സിസർ വലിച്ചു എന്നുള്ളത് വരിക? അതല്ല, തിന്മയുടെ പക്ഷത്താണോ? എവിടെയാ തോന്നുന്നത്? തിന്മയുടെ പക്ഷത്താണ്. അത് മതി. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. മനുഷ്യനറിയാം ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന്. എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും ചിലർ പറയും, ആ ഉസ്താദ് വലിച്ചിരുന്നല്ലോ പണ്ട്. അത് അവരും പടച്ചോനും തമ്മിലുള്ള വിഷയമാണ്. അതുകൊണ്ടൊന്നും ശറയിലൊരു വിഷയം ഹലാലാക്കാനോ ഹറാമാക്കാനോ നമുക്ക് കഴിയില്ല. വ്യക്തികളുമായുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യൂല. ഉമൂമൻ ശറഇന്റെ കാഴ്ചപ്പാടെന്താണ്? ഇതിനെ ചർച്ച വന്നപ്പോ ഇതാ പറഞ്ഞത്, എന്ത്? ഇത് ബിറിന്റെ കൂട്ടത്തിലേക്ക് വെക്കോ, ഫുജൂറിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ വെക്കോ? ഇത് ഖൈറിന്റെ ഭാഗത്ത് വെക്കോ, ഷർറിന്റെ ഭാഗത്ത് വെക്കോ? ഇദാ ജമഅന്നാസുൽ അവ്വലീന വൽ ആഖിരീൻ, അല്ലാഹു ലോക മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ തിന്മകളും നന്മകളും അല്ലാഹു വേർതിരിക്കുമ്പോ ഇത് ഏത് ഭാഗത്ത് നിൽക്കും? ആ ഒരു ചാൻസർ മതി ഇതിന്. സ്വന്തം മക്കളുടെ മുമ്പിൽ അങ്ങനെ ചെയ്താൽ കുല്ലു ഉമ്മതി മുആഫാ ഇല്ലൽ മുജാഹിരീൻ എന്ന ഹദീസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നാൽ എന്റെ ഉമ്മത്തികളിൽ അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ പരസ്യമായി ചെയ്യുന്നവർക്കൊഴികെ. അങ്ങനെ വന്നാൽ സ്വന്തം മക്കളുടെ മുമ്പിൽ ബാപ്പ ചെയ്യുന്നത്, ജ്യേഷ്ഠൻ ചെയ്യുന്നത്, അയൽവാസി ചെയ്യുന്നത്, അമ്മാവൻ ചെയ്യുന്നത്, തന്റെ മക്കളുടെ മുമ്പിൽ, അനുജന്റെ മക്കളുടെ മുമ്പിൽ, സ്വന്തം മക്കളുടെ പേരക്കുട്ടികളുടെ മുമ്പിൽ ഹി ഈസ് സെറ്റിംഗ് എ റോങ് റോൾ മോഡൽ. വളരെ മോശപ്പെട്ട ഒരു പാരമ്പര്യമോ ഒരു അവസ്ഥയോ സൃഷ്ടിക്കുകയാണ്. തെറ്റിനെ നിസ്സാരപ്പെടുത്തി കൊടുക്കുകയാണത്. ഈ കുട്ടി നാളെ അത് വലിക്കാൻ തുടങ്ങും. എന്റെ വല്യാപ്പ കൂളായി വരച്ചിരുന്ന ആളല്ലേ, എന്തുകൊണ്ടത് വന്നു? അതൊക്കെ ഒരാൾ ചെയ്യാണ്. ഒരു മനുഷ്യൻ തെറ്റെയ്തെന്ന് വരും. പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണ്. രണ്ടിലും തിന്മകളിൽ വ്യത്യാസമുണ്ടെന്നാണ്. അതിന്റെ ശിക്ഷയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. രഹസ്യമായൊരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതല്ല ഇവിടെ വിഷയം. പരസ്യമായി ചെയ്താൽ, മക്കളുടെ മുമ്പിൽ ചീത്തയായ നടപടികൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ മക്കളിൽ നന്മ വരുമോ? മക്കൾക്ക് എന്താണ് വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത്? പിന്നല്ലേ കള്ളുടിഞ്ഞിട്ടുള്ളൊക്കെ ആലോചിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് മാറ്റിക്കൂടെ? ഇതൊക്കെ മാറ്റാൻ കഴിയുന്ന വിഷയമാണല്ലോ. ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന സംഗതിയാ. എല്ലാം മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ അള്ളാന്റെ ശറഇന്റെ അഹ്കാം നമ്മുടെ അമലുമായി ബന്ധിക്കില്ലായിരുന്നു. നമുക്ക് മാറ്റാൻ പറ്റൂലെങ്കിൽ മാറ്റാൻ കഴിയുന്ന സംഗതികളാണ് ഇതൊക്കെ.